എൻ്റെ പേര് ദീപ, വീട് തെങ്ങിലക്കടവ്, കല്യാണം കഴിച്ചത് ചിറ്റാരിപ്പിലാക്കൽ, പിന്നെ 2 കുട്ടികൾ, ഹസ്ബൻഡ്, ഞാൻ. ദീപയ്ക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഒരു പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ? ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് പറഞ്ഞാൽ ഇപ്പം പാട്ട് ഇട്ട് തരും. എന്നാ ഒന്ന് ഒരു പാട്ട് പഠിക്കോ? 2 വരി അത്രേ വേണ്ടു. ഇല്ല, ആയിക്കോട്ടെ. അപ്പം ദീപ പാട്ട് പാടുന്നില്ല. എൻ്റെ പേര് ഹരികൃഷ്ണൻ, ഞാൻ മാവൂർ തന്നെയാണ്. എല്ലാവർക്കും അറിയാമല്ലോ വിജയിച്ചത്. എൻ്റെ പേര് ഷൈനിയാണ്. ഞാൻ 10th ബിയിലാണ് പഠിച്ചത്. 10th ബിയിലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഫോട്ടോ കണ്ടപ്പോഴാണ് 10th ബിയിലാണെന്ന് ഓർമ്മ വന്നത്. ഞാനിപ്പോൾ ഇവിടെ കണ്ണിപറമ്പ് സ്കൂൾ നഴ്സറിയിൽ വർക്ക് ചെയ്യാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. എല്ലാവരും ഈ ഗ്രൂപ്പിലുണ്ട് വിചാരിക്കണില്ലാത്തവർ ഏറ്റവും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇന്ന് നല്ലൊരു സംഗമമാണ് ഇപ്പോൾ നടന്നത്. അടുത്തൊരു സംഗമം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. താൽക്കാലികമായിട്ടൊരു സംഗമമാണ് നമുക്ക് നടന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അല്ലേ? ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. നല്ലൊരു ഇത്. നമസ്കാരം. അപ്പോൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഈ രീതിയിലേക്ക് എത്തിച്ച രജീഷിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിനായിട്ട് സ്വപ്നയെ ക്ഷണിക്കുകയാണ്. ഞാൻ 10 ബിയിൽ ഷംസുദ്ദീൻ, വീട് മുഴാപ്പാലം, കണ്ണിപറമ്പാണ് വീട്. കല്യാണം കഴിച്ച് 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുണ്ട്, കല്യാണം കഴിച്ച്. ഇത്രയാണ്. ഹായ് ഡിയേഴ്സ്, എൻ്റെ പേര് അഭിലാഷ് ഫ്രം പെരുവയൽ. ഇന്ത്യൻ ആർമിയിൽ 19 വർഷം സർവീസ് ചെയ്തു. ഇപ്പോൾ റിട്ടയർഡായിട്ട് നാട്ടിലുണ്ട്. 2 വർഷമായി. എനിക്ക് ഭാര്യ, 2 മക്കൾ. വലിയ ആൾ 5ാം ക്ലാസ് പഠിക്കുന്നു, ചെറിയ ആൾ UKG പഠിക്കുന്നു. ഓക്കെ, ഓൾ ഓഫ് യു, താങ്ക് യു. 18 വർഷത്തെ രാഷ്ട്ര സേവനം കഴിഞ്ഞിട്ടാണ് അഭിലാഷ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിലാഷിനൊരു ഉപഹാരം നൽകുന്നതിനായിട്ട് ഷലൂബിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമലൈക്കും. എൻ്റെ പേര് അസീന. ഞാൻ ഇങ്ങളെയും കാട്ടിൽ എല്ലാവരും മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ 10th എഴുതിയിട്ടില്ല. എനിക്ക് ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വരും എന്ന് പറഞ്ഞതാണ്. എനിക്ക് 4 കുട്ടികളാണ്. എൻ്റെ ഭർത്താവ് പൂവാട്ടുപറമ്പ് ടെക്സ്റ്റൈൽസ് നടത്തുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിക്കും. ഞാൻ ബിജു, അറിയാലോ. പിന്നെ ഈ കയ്യടി കൊണ്ട് വേറൊരു ഉപകാരമുണ്ട്. ഇപ്പം എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലൊരു മയക്കത്തിൻ്റെ മോഡിലേക്ക് വരുന്ന സമയമാണ്. ഇപ്പം കൈ ഇങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുമെന്നാണ് പറയുക. ആരോ പറഞ്ഞാണ്, ഞാൻ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കൈയടിച്ചോളി. പോരായികയാണല്ലോ. ഇവിടെ ഉള്ള മുഴുവൻ ആളുകളൊന്നും അടിച്ചിട്ടില്ല. ഒക്കെ മടിയന്മാരാ. 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ അത് തന്നെ, ഒരു വ്യത്യാസമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിലിരിക്കുന്ന എല്ലാവരും കൂടാതെ വരാത്തവരും എല്ലാവരും ആവറേജ് സ്റ്റുഡൻസ്. നമ്മളെയൊക്കെ പറ്റി പല പ്രതീക്ഷകളായിരുന്നു ടീച്ചേഴ്സിന്. പക്ഷെ അതൊന്നും മോശമല്ലാത്ത രീതിയിൽ നമ്മൾ ആ സമയത്തുള്ള ഒരു വിജയ ശതമാനം കൂട്ടിക്കൊടുത്തൊരു ബാച്ചും കൂടി നമ്മളത്. അപ്പോൾ അതിൻ്റെ ഒരു കയ്യടി കൂടെ വേണ്ടേ? സാധാരണഗതിയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നത് 16, 20, അതായത് മോമാലി മാഷ് എന്നാൾ പറഞ്ഞ പോലെ 100 കുട്ടികൾ എഴുതിയാൽ പരമാവധി 20 കുട്ടികൾ, 22 കുട്ടികൾ പാസ്സാവുന്ന സ്ഥാനത്ത് നമ്മൾ ഏകദേശം ഒരു 40% എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ടോപ്പറായിട്ടുള്ള ഒരാൾ ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട് ഇവിടെയായിരുന്നു. എന്താണ് നുസൈബത്തൽ നുസൈബനെ ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അന്നത് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. ഒക്കെ 210 ടാക്സുമായിട്ട് ഇരിക്കുന്ന ടീം അവിടെ അധികം ഉള്ളത്. അതിൻ്റെ കൂടെ ഏകദേശം 600-ൽ 480 മാർക്കിന് മുകളിൽ
ആ സുസൈ പറയുന്നത് എന്താ വെച്ചാൽ ഒക്കെ 3 മാർക്ക് കുറവായിരുന്നു. അതൊരു എന്തോ സംഭവമായിട്ട് അവൾ പറയും. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം 3 മാർക്ക് കിട്ടിയാൽ പാസ്സാവാന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഡിസ്റ്റിങ്ഷന് 3 മാർക്കേ കുറവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു കയ്യടി കൊടുക്കണേ യുസൈബത്തിന്. അതായത് നമ്മളെ ഇടയിൽ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു യുസൈബത്ത്. ഞാൻ അതൊക്കെ 2 വാക്ക് സംസാരിക്കാനായിട്ട് മൈക്ക് കൊടുക്കാം. അന്ന് നല്ലോണം പഠിച്ചിരുന്നെങ്കിലും പിന്നെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്പം എല്ലാവരെക്കാളും വലിയ മക്കൾ എനിക്കുണ്ട്. പിന്നെ വല്ലക്ക് സന്തോഷമാണ്. 4 മക്കളാണ്. 3 പെൺകുട്ടികൾ, ചെറുത് മോന്. പിന്നെ ഫസ്റ്റ് മോള് MBBS സെക്കൻഡ് ഇയർ പഠിക്കുന്നു. 2ാമത്തെ ആൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. 3ാമത്തെ 10th. പിന്നെ മോന് ചെറുത് 6th. ഹസ്ബൻഡ് സൗദിയിൽ ബിസിനസ്സാണ്. സന്തോഷം. നുസൈബയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ബിജുവിനെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ഹലോ, എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാൻ പെരുമണ്ണയിൽ നിന്നാണ് വരുന്നത്. വീട്ടിൽ ഹസ്ബൻഡും 2 കുട്ടികളും. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്, ചേവായൂർ. താങ്ക് യു. എൻ്റെ പേര് വഹാബുദ്ദീൻ. വീട് മാവൂരാണ്. 2 മക്കളാണ്, കല്യാണം കഴിഞ്ഞു. ഒക്കെ ഷോപ്പ് നടത്തുകയാണ്. നാട്ടിൽ തന്നെ ഷോപ്പ് നടത്തുകയാണ്. ഹലോ, എൻ്റെ പേര് ജസീന. ഞാൻ തെങ്ങിലക്കടവായിരുന്നു, ഇപ്പോൾ ആനവിക്കര. എൻ്റെ ഹസ്ബൻഡ് 3 മക്കൾ. എൻ്റെ പേര് മാലിനി. എനിക്ക് 2 കുട്ടികളാണ്. കണിപറമ്പാണ് വീട്. ഇത്രയേ ഉള്ളൂ. ഞാൻ ദീപ കൃഷ്ണദാസ്. അങ്ങനെ പറഞ്ഞാലേ ചിലപ്പോൾ അറിയലുണ്ടാവുള്ളൂ. കലാതിലകമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾക്കറിയാം. നമ്മുടെ കൂടെ തന്നെ പഠിച്ച റിജു. മക്കളായിട്ടില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രയാഗ് സെയിൽസ് കോർപ്പറേഷൻ എന്നാണ് പേര്. അതിൽ ബിസിനസ് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 5 ഇയേഴ്സായി. എൻ്റെ പേര് ഷഹർബാൻ. ഞാൻ 10Fലാണ് പഠിച്ചത്. പിന്നെ എന്നെ കീപ്പറമ്പിലോട്ടാണ് കല്യാണം കഴിച്ചത്. എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത മോന് ബിടെക്കിന് പഠിക്കുന്നു. 2ാമത്തെ റിപ്പീറ്റിന് പോയതാണ്. 3ാമത്തത് 5ാം ക്ലാസ്സിലോ. റീനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനായിട്ട് ഷലോബിനെ ക്ഷണിക്കുകയാണ്. അടുത്തത് സ്മിതയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനായിട്ട് രജീഷിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് രഞ്ജിത്താണ്. രഞ്ജിത്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. രഞ്ജിത്ത്, പ്ലീസ് കം ഓൺ സ്റ്റേജ്. രഞ്ജിത്തിന് നല്ലൊരു ഉപഹാരം കൊടുക്കുന്നതിനായിട്ട് ദീപയെ ക്ഷണിക്കുകയാണ്. ദീപ. പിന്നെ ദീപേനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? ഉണ്ടോ? അറിയോ? എന്തൊക്കെ അറിയാം? നമ്മൾ പഠിക്കുന്ന സമയത്ത് കുച്ചിപ്പുടി, ഭരതനാട്യം, ലളിതഗാനം, ഒപ്പന, ഡാൻസ്, അങ്ങനെ എല്ലാ അൽക്കുലത്തിലും ഉള്ള ഒരാളായിരുന്നു ആര്? ദീപ. അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര അസൂയ തോന്നി കേട്ടോ അവളോട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഒരാളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാതെ വിടുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ അവളുടെ ഒരു പെർഫോമൻസ് വേണ്ടേ? അപ്പോൾ പെർഫോമൻസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ആ ഈ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു കയ്യടി കൊടുക്കണോ? വേണ്ടേ? അപ്പോൾ കയ്യടി കൊടുക്കുക. അടുത്ത പെർഫോമൻസ് ഇതാ വരാൻ പോവാണ്. ദീപനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? കലാത്തിയിൽ നമ്മുടെ സ്കൂളിലൊരു അഭിമാന താരമായിരുന്നു നമ്മുടെ ദീപ. അപ്പോൾ ഒന്നുമില്ല, ചെറിയൊരു ഡബ് മാഷ്
നമ്മളെല്ലാവരെയും അറിയാലേ, മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ഫിലിം, ശോഭനയുടെ ഒരു സംഭവം, അതിൻ്റെ ഒരു ഡബ് സ്മാഷ് ജസ്റ്റ് ഒന്ന് ചെയ്യാണ് ദീപ. ശോഭനൻ്റെ ആ ഒരു സംഭവം ചെയ്യാൻ പറ്റുമോ? പറ്റും. ഡബ് സ്മാഷ് ഇവിടെ വരും. ജസ്റ്റ് ഫോർ ട്രൈ. ഞാൻ സുരേഷ് ഗോപിയാവും, നോക്കാം. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டே? ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். தோழனின் தோள்களும் அன்னை மடி, அவன் தூரத்தில் பூத்திட்ட தொப்புள் கொடி, காதலை தாண்டியும் உள்ளபடி என்றும் நட்புதான் உயர்ந்தது 10 படி. உன்னப்பை நாங்கள் பெற்றோம், அதனாலே யாவும் பெற்றோம், மேலே மேலே சென்றோம், வான்மேகம் போலே நின்றோம். புது பாதை நீயே போட்டு தந்தாய், என் பாதி வழியில் விட்டு சென்றாய். ஒரு தாயை தேடும் பிள்ளை யாரோ, நீ இல்லை என்றால் எங்கே போவோம்? என் ஃப்ரெண்ட போல யாரு மச்சான்? ശ്വാസമായി തളിച്ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നിൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി. താനേ പൂവിട്ട മോഹം മൂകം വിതും ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. ഓർമ്മച്ചരാതുകളെല്ലാം ദീപം മങ്ങിയെരിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരശ്രുബിന്ദു. ഓർമ്മച്ചരാതുകളെല്ലാം ദീപം മങ്ങിയെരിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരശ്രുബിന്ദു. കുളിച്ചൂടാത്ത പൂവന സീമകളിൽ പൂമഴ പെയ്യാത്ത തീരങ്ങളിൽ പോകുമ്പോഴൻ കാതിൽ വീണു തേങ്ങും നിന്റെ മൊഴി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. അമ്പിളിച്ചേലുള്ള
പൂർണ്ണദിനിൽ തിളങ്ങുമി ഹാജറ ഗംഗേറെ സഹിച്ച ബി ഹാജറ ആരും തൂങ്ങത്തുന്ന ആരും തൂങ്ങത്തുന്ന തൂവങ്ക ഹാജറ അഹദായ നാഥനെ സ്നേഹിച്ച ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വഫ മറുവ കഥയിലും ബീവി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വഫ മറുവ കഥയിലും ബീവി ഹാജറ അമ്പിളിച്ചേരുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ ദൂതരി ബിറഹീം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ ോടൊത്ത് ഹാജറ കഅബ ശരീഫിങ്ങൾ ചെല്ലുന്നു ഹാജറ കൈക്കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹാജറ കരുണാനിധിയോട് തേടുന്നു ഹാജറ സംസം കണ്ട അതിശയ പൂണ്ട ഹാജറ സ്മരയാണെന്നും ദിനിൽ ബീവി ഹാജറ സംസം കണ്ട അതിശയം പൂണ്ട ഹാജറ സ്മരണയാണെന്നും ദിനിൽ ബീവി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ ദൂതരി ബിറഹീം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനരി ഹജറ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ ദൂതരി ബിറഹീം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനരി ഹജറ തൊട്ടടുത്തൊരു ഉത്സവം നടക്കുന്ന കാരണം പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ 99 ബേസിൽ എല്ലാവരും കാണാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷം. കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ അവിടെ നിന്ന് മാവൂരുന്ന് കാണുന്നതാണ്. ഞാൻ ആർക്കും എന്നെ അറിയാത്തതായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എല്ലാവരോടും വീണ്ടും ഇതേപോലൊരു കൂടിക്കാഴ്ചയ്ക്ക് നമുക്ക് ഇനിയും ഇതേപോലെ ഒത്തുചേരണമെന്നും പറയാൻ അത്രയും സന്തോഷമുണ്ട് എനിക്ക്. അപ്പം മോൻ വന്നിട്ടുണ്ട്, ഞാൻ ഏതായാലും ഇറങ്ങുകയാണ്. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണതില്ലാന ഏരില്ലാന മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണതില്ലാന ഏറ്റില്ലാന ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴിയണ കുഴിയണതില്ലാന ഏറ്റില്ലാന തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളയിട്ടു അറിയാതെ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത് അവളൊരു താരം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട് മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന 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 പാൽമഴക്കാറ്റിൻ പടവുകളിൽ വന്നു പകലന്തി മയങ്ങിക്കൊണ്ടിരിപ്പാണോ കാവിലെ ഉത്സവം കൊടി കയറി നിന്റെ കാമന്റെ വേലയ്ക്കു വിളക്കുണ്ടോ പകലുകൾ കഴിയണ തകല
നൽകണ കനുകൾ വെളിയാണ് കളകളമണിയാൻ വാ ആകാശക്കൂടാരത്തിൽ ആരാരോ കാതോർക്കുന്നു ഈ എന്നീല കണ്ണിൽ മിന്നും താരപ്പൂമുത്ത് വിരിയണതാടം പൂമുട്ട് അതകിന് സിന്ദൂരപ്പൊട്ട് മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണമില്ലാന എരിതരിതില്ലാന ഉടലാകെ പൊതിയണ പൊതിയണ പുതുമങ്ങും കുളിയണ കുളിയണതില്ലാന മുതുമങ്ങും മകരിതില്ലാനാട്ടില്ലാന സ്നേഹനിലാവിന്നിടവഴിയിൽ ഇന്നും ഓർമ്മകൾ തിരിവെച്ചു വിളിക്കുന്നു മോഹത്തിൻ കിളികളെ ഉണർത്തണ്ടേ തങ്കമോതിര ചിരി കൊണ്ടു മയക്കണ്ടേ ഒരു പിടി തഴുകണ കരുവിനേറിയണ മറുപടി നീയത്ത് നിറനിറഞ്ഞറിയണ പറ പറ കവിയണ പുതു പുതു മലരമ്പ് മണമണ പുതിയണ മനസ്സുകൾ നിറയണ മതിരൊരു വഴിയത്ത് തലയൊരു തട തരിവള കൂടിയാണ് പലതിരും അതിരുട്ട് കൈവന്നു സ്വർഗം മണ്ണിൽ ദൈവങ്ങൾ കാതോർക്കുന്നു ഈ നീല കണ്ണിൽ മിന്നും താരപ്പൂമുത്ത് വിരിയണതാനം പോവിട്ട് അടകിന് സിന്ദൂരപ്പൊട്ട് മധുമാസം വിരിയണ വിരിയണ മനമാകെ കുരുള കുണിരണതില്ലാന തില്ലാന ഉദലാകെ പൊടിയണ പൊടിയണ പുതുമഞ്ഞും കുഴിയണ കുഴിയണ തില്ലാന തില്ലാന തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളയിട്ടു അറിയാതെ കരളിൽ തൊട്ടു ഞാൻ കണ്ണിൽ മിന്നും താരപ്പൂമുട്ട് അവളൊരു താരം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട് വെൽക്കം ജലീൽ. പ്രിയപ്പെട്ട സഹപാഠികളെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം ആ പിന്നിലിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഒന്ന് ഒപ്പം ഇരിക്കാൻ പറ്റുമോ ഫ്രണ്ടിലേക്ക്? കുറേ ആളുകളുണ്ട് അപ്പുറം ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നതിനെ കൊണ്ട് അത് നമ്മളെ ആ ബാക്കിലിരിക്കണ ഇപ്പം പേരൊന്നും അറിയില്ല, ഒക്കെ മറന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വെച്ചോ. ഇത് മാജിക് ഒന്നല്ല കേട്ടോ, ഈ ടേബിൾ ഇനി അങ്ങനെ ഇതാകണ്ട. മതി മതി. പ്രിയപ്പെട്ട സഹപാഠികളെ, ഇങ്ങനെ ഒരു സാഹചര്യം കണ്ട സമയത്ത് എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഒരർത്ഥത്തിൽ അപ്രതീക്ഷിതമായിക്കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു പരിപാടി സെറ്റിൽ ചെയ്തത്. ആദ്യമായിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ആശയം മുന്നോട്ട് വെച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ വളരെയേറെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇങ്ങനൊരു പരിപാടി വെച്ച് അതിൽ പങ്കെടുത്ത് നമ്മളെപ്പോലെ സന്തോഷിക്കേണ്ട വളരെയേറെ ആഗ്രഹിച്ചെന്നൊരു ഒരു വ്യക്തിയാണ് നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ സുഹൃത്ത്. ഞാൻ ആ സ്കൂൾ വിട്ട സമയത്ത് പിരിഞ്ഞ സമയത്ത് കണ്ടതാണ്. അതിന് ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു 3 വർഷം മുമ്പ് വേറൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ വോയിസ് കേൾക്കുക എന്നല്ലാതെ അതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ ആ ഒരു ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം എന്നെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും, എന്നാലും പറയുകയാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് അബ്ദുൽ ജലീൽ. 8 F'ലേക്കാണ് ഞാൻ മേജർ സ്കൂളിലേക്ക് എത്തിയത്. പിന്നെ കൂടുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിവിഷൻ കൂടുതൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഡിവിഷൻ ഒഴിവാക്കിയിട്ട് ആ ഒരു ബാച്ചായിട്ട് കാണുകയാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയാണ് ഓർമ്മ വെച്ച് നോക്കുന്ന സമയത്ത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാജിക്കിനൊക്കെ പറ്റിയിട്ട് അത് ശരിയാണ്. പിന്നെ എൻ്റെ മാവൂർ മലബാർ ഇന്ത്യൻ ഗ്യാസ് കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം ഈ അടുത്തിടെ മാജിക് എന്ന കലയിലേക്ക് കയറി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടുകളൊക്കെ കാണാറുണ്ട്, അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ആ മുഖങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രായത്തിൻ്റെ സാഹചര്യം കൊണ്ടൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഒരർത്ഥത്തിൽ നിങ്ങളൊക്കെ ഇപ്പോഴും ചെറുപ്രായക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നാണ് പറയാനുള്ളത്.
അപ്പോൾ ഇനി കൂടുതൽ വാക്കുകൾ എങ്ങനെ എനിക്ക് സന്തോഷം കൊണ്ട് പറയാനറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ മാജിക് പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്നാലും ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് അവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല. ഒരു മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന അനന്തുവിനായിരിക്കും. അനന്ത് ചെയ്യുന്നത് ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ രീതിയാണ്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ഒരാൾ കുട്ടികളാരെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരും. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു കലയാണ്. അപ്പോൾ പിന്നെ എല്ലാം ശ്രദ്ധിക്കട്ടോ. ഇത് ഫസ്റ്റിലെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഒരു എന്താണ് ഇത് രസം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ശ്രദ്ധിക്കണേ, എൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. ഈ കവറിലുള്ളത് ഏകദേശം ഒരു 70ഓളം ഫിലിമുകളുടെ പേരാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഓരോ കഷ്ണം പീസിൽ 70ഓളം ഫിലിമുകളുടെ പേരാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്നെ കാണിക്കാതെ ഇതിൽ നിന്ന് ആദ്യം ഞാൻ കുറച്ച് പേപ്പർ പിന്നെ ടോക്കൺ എടുത്തവരൊക്കെ കൊടുക്കും ഏതൊക്കെ ഫിലിം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള 70ഓളം സിനിമകളുടെ പേരാണ് ഈ കവറിലുള്ളത്. ഇതിൽ നിന്ന് എന്നെ കാണാതെ ഏത് പേപ്പർ എടുത്തിട്ടും ഏത് പേപ്പർ എടുത്താലും അതിൽ ഏത് സിനിമയാണോ ഉള്ളത് അതെന്നെ കാണിക്കേണ്ട, പിന്നെ ഒരു സിഗ്നലും തരാതെ ആ സിനിമയിലുള്ള ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ഇവിടെ ഓഡിയൻസിനെ പാടി കേൾപ്പിക്കണം. അതാണ് മാജിക്. ഓക്കെ, ഞാൻ പാടി കേൾപ്പിക്കണം. ഞാൻ പാടി കേൾപ്പിക്കുന്ന സമയത്ത് ആ സിനിമയുടെ പേര് ഇവിടെ നിൽക്കണ നിങ്ങൾ അവിടുന്ന് സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് പേര് നിങ്ങൾ പറയാം. ഒരു പക്ഷേ കിട്ടാൽ മതി, കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ അവിടുന്ന് ആ സിനിമയുടെ പേര് ഇങ്ങോട്ട് പറയാം. ആ സിനിമ കറക്റ്റായിരിക്കണം ഓളെടുത്ത ആ പേപ്പറിൽ എഴുതിയത്. മനസ്സിലായോ? ആർക്കും ഡൗട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഈ കണ്ടന്റ് മനസ്സിലായില്ലെങ്കിൽ ഈ മൈൻഡ് റീഡിംഗ് പ്രോഗ്രാം നിങ്ങൾക്കൊരു ഹരമായി തോന്നില്ല. അതായത് ആദ്യം ഓൾ ഇതിനെ ടോക്കൺ എടുക്കുന്നു. അതിൽ ഏതാണ് ഫിലിമിൻ്റെ പേര് ഇന്ന് ഞാൻ അറിയാൻ പാടില്ല, എന്നെ കാണിക്കും വേണ്ട, ഒരു സിഗ്നലും വേണ്ട. ഒരു പ്രത്യേക ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് മൈൻഡ് റീഡ് ചെയ്തിട്ട് ആ ഫിലിം ഏതാ ഞാൻ മനസ്സിലാക്കുന്നു. ആ ഫിലിമിലുള്ള പാട്ട് ഞാൻ നിങ്ങളെ പാടി കേൾപ്പിക്കുന്നു. ആ ഫിലിം ഏതാ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയണം. ഇങ്ങനെയാണ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടോ. ഇതിലെഴുതിയ സിനിമകളെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. കണ്ണൂർ സ്ക്വാഡ് 2018, ഇരട്ട, കരുമാടിക്കുട്ടൻ എന്നിവർ, തങ്കം, അനുരാഗം, ബോസ്കോ, ആദ്യത്തെ കൺമണി, കമ്മീഷണർ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലായല്ലോ ഇതൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് എന്നുള്ളത്. പ്രണയവർണ്ണം കേട്ടോ. അപ്പോൾ ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എൻ്റെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഓളെ കൊണ്ടൊരു ഒരു പേപ്പർ എടുപ്പിക്കും. അപ്പോൾ അത് എന്നെ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ആ മൈൻഡ് റീഡ് ചെയ്തിട്ട് ആ ഫിലിമിൻ്റെ പേര് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ ഫിലിമിലുള്ള പാട്ട് ഇവിടെ പാടി കേൾപ്പിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നോട് ഏതാ ഫിലിമെന്ന് പറയാം. ആ പറയുന്ന ഫിലിം ഇവിടെ കറക്റ്റായിരിക്കും. അതാ മാച്ച്. അപ്പോൾ മോള് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരൊറ്റ ടോക്ക് കണ്ണ് പൂട്ടിക്കൊന്നങ്ങോട്ട് എടുക്കുക. കാരണം മനസ്സിലായോ? ആ തുറക്കുന്ന സമയത്ത് മോക്ക് ഒരു സർപ്രൈസ് ആവണം. ഒന്നെടുക്കുക, ഒറ്റ ഒന്ന് കേട്ടോ. ഒന്നെടുത്തില്ലേ? എടുത്തില്ലേ? ഒന്നര എടുത്ത്. ആ, ഇനി മോള് തിരിഞ്ഞിട്ട് അതിൽ ഏതാണ് ഫിലിം എഴുതിയെന്ന് നോക്ക്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇനി ആ ടോക്കൺ ശരിക്കും പൊത്തിപ്പിടിച്ചോളൂ. ഫിലിമിൻ്റെ പേര് മറന്നുമില്ലല്ലോ? ഓർമ്മയുണ്ട്?
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഫിലിമിൻ്റെ ആദ്യ അക്ഷരം ഓർമ്മ ഉണ്ടോ? ആ അക്ഷരം ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റുമോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യും ആദ്യ അക്ഷരം. ശരി, ആ ഫിലിം ഒന്ന് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യും. മൈൻഡ് റിലാക്സ് ആവട്ടെ. റിലാക്സ് റിപ്പീറ്റ് ചെയ്യട്ടെ. വീട് മൊത്തം ഫിലിമിൻ്റെ പേര് മൊത്തം. ആക്ഷൻ വേണ്ട. ശ്രദ്ധിക്കണേ. കുറച്ച് പഴക്കമുള്ളൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേര് പറയുന്നത്. ഓക്കെ, സാധാരണ ഇത് വിജയിക്കലുണ്ട്. അഥവാ വിജയിച്ചാൽ കിട്ടുന്നതിനും കൂടുതൽ പ്രോത്സാഹനം ഇത് പരാജയപ്പെട്ടാൽ നിങ്ങൾ തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഈ പ്രോഗ്രാം ഞങ്ങളുടെ പ്രത്യേകത ഉണ്ട്. ഓക്കെ, ആ ഒന്നും കൂടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഫിലിമിൻ്റെ റിപ്പീറ്റാണ്. അത്യാവശ്യം അറിയപ്പെട്ട ഒരു നായകനാണ് അതിൽ അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് മൈൻഡ് റീഡ് ചെയ്ത് കിട്ടിയ മനസ്സിലായ ഒരു പടം, അതിലെ പാട്ട് ഞാൻ ഇവിടുന്ന് പാടാൻ പോവാണ്. അപ്പോൾ പാട്ടെന്ന് പറയുമ്പോൾ ഞാൻ സിംഗറൊന്നല്ല, തപ്പിത്തടഞ്ഞ രീതിയിൽ 1-2 വരി ഇവിടുന്ന് പാടും. ഓക്കെ, ആ ഫിലിം നിങ്ങൾക്ക് അറിയില്ല കൊണ്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ കേട്ടോ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. ഓഡിയൻസിൽ ആർക്കും ഫിലിം മനസ്സിലായോ? ഭീഷ്മാചാര്യ എന്നാണെന്ന് പറഞ്ഞു. അത് ഓർക്കും മോളെ. ഭീഷ്മാചാര്യാണോ പറയും? ആണോ? ഓർക്ക പറയും. ഭീഷ്മാചാര്യ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം അവിടെ വിജയിച്ചിട്ടുണ്ട്. താങ്ക് യു. മോളെ പേരെന്തേനു? അനച്ചക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ഓള് നല്ല ധൈര്യപൂർവ്വം അവിടെ നിന്ന് വന്ന് ഒരുപാട് വിജയിച്ചിട്ടില്ല. എല്ലാവരും ഒന്ന് അടുത്തിരുന്നാൽ ഒന്നും. ഓക്കെ, റെഡി. അപ്പോൾ ഈ പ്രോഗ്രാം അവിടെ വിജയിച്ചിട്ടുണ്ട്.
என் ஃப்ரெண்ட போல யாரு மச்சான் அவன் ட்ரெண்ட எல்லாம் மாத்தி வச்சான் நீ எங்க போன எங்க மச்சான் என எண்ணி எண்ணி எங்க வச்சான் நட்பால நம்ம நெஞ்ச தச்சா Arina Anna പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ തഴുകിയ മുരളിയിലൊരു യുഗസംക്രമ ഗീതയുണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി என் ஃப்ரெண்ட போல யாரு மச்சான் அவன் ட்ரெண்ட எல்லாம் மாத்தி வச்சான் நீ எங்க போன எங்க மச்சான்
நட்பால நம்ம நெஞ்ச தச்சா நம் கண்ணில் நீர பொங்க வச்சான் என் ஃப்ரெண்ட போல யாரு மச்சான் அவன் டெண்ட எல்லாம் மாத்தி வச்சான் நீ எங்க போன எங்க மச்சான் என எண்ணி எண்ணி எங்க வச்சான் நட்பால நம்ம நெஞ்ச தச்சா நம் கண்ணில் நீர பொங்க வச்சான். ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നമുക്കിവിടെ ചെയ്യാൻ എല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ ചങ്ക് പ്രിയേഷിന് ഒരു ഉപഹാരം കൊടുക്കാനായിട്ട് ഷീതുവിനെ ക്ഷണിക്കുകയാണ്. அவன் தூரத்தில் பூத்திட்ட தொப்புள் கொடி காதலை தாண்டியும் உள்ளபடி என்றும் நட்புதான் உயர்ந்தது 10 படி. உன்னப்பை நாங்கள் பெற்றோம் அதனாலே யாவும் பெற்றோம் மேலே மேலே சென்றோம் வான்மேகம் போலே நின்றோம் புது பாதை நீயே போட்டு தந்தாய் என் பாதி வழியில் விட்டு சென்றாய் ஒரு தாயை தேடும் பிள்ளையாரோ நீ இல்லை என்றால் எங்கே போவோம் பார்க்கவும்
പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരി കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ഈ താരകാസുരനെ വടിവേലിൽ പോക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിറയുമുണ്ടേ. മുടിവട്ടം മുടിയിൽ കാട്ടുന്നു തോർക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ. വെട്രിവേൽ മുരുകാ മുരുകാ വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ശൂരം പടയുടെ രമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് ഉള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തൈരടി മേളം. സുഖമാണി ജോഡികൾ ജാസ് മ്യൂസിക് പാടി വരരുത്. ാടി വരരുത്. ഭൂകമ്പം ഉണ്ടാലണ്ട, ഭൂലോകം വെണ്ടാലണ്ട, ആദായം കൊമ്പടുവാൻ ചെറിയാലും വെണ്ടാലണ്ട. മാറിയം പന്നക്കിളി വീണപ്പ തുള്ളിക്കൂതി ദൈവം പൊട്ടാനം പാടി ആനപ്പൊള്ളാനം പാടി. സന്തോഷം എൻ്റെ മേൽ ചലിക്കാതെ പാട. தூக்கி வென்றே கொடி வெட்டி காட்டின காதல் வீருமா.